എനിക്ക് എത്ര കഴിച്ചാലും മതിവരാത്ത ബിരിയാണി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ കണ്ണും പൂട്ടി പറയും മലബാർ ദം ബിരിയാണി. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. ആദ്യം ഒരു പാനിൽ കുറച്ച് ഓയിലും നെയ്യും ഇട്ടതിന് ശേഷം സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴണ്ടാൽ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നാൽ സാൾട്ട് ആഡ് ചെയ്യുക. അതൊന്ന് വഴഞ്ഞു വന്നാൽ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യുക. അതൊന്ന് വഴണ്ടാൽ കുറച്ച് വലിയ പീസായിട്ട് തന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്നുണ്ട് കുക്കായി വന്നാൽ നമ്മൾ തൈര് ആഡ് ചെയ്യുക. നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഇതിലോട്ട് പൊരിച്ച സവാള ആഡ് ചെയ്യുക. അതൊന്ന് മിക്സ് ആയതിനു ശേഷം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുക. അതൊന്ന് മിക്സ് ആയതിനു ശേഷം ബിരിയാണി മസാല പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചിക്കനും നന്നായിട്ട് പിടിച്ചു വന്നാൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് സവാള ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ്, ഹോൾ സ്പൈസസ്, കുറച്ച് ഓണിയൻ സ്ലൈസ് ചെയ്തത് ഇതെല്ലാം എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ജീരകശാല റൈസ് ആഡ് ചെയ്യുക. റൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യുക. 2 പച്ചമുളക് കീറിയത് ആഡ് ചെയ്യുക. 2 വെളുത്തുള്ളിയും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കുക. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ദം പ്രോസസ്സാണ്. ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാലയുടെ മേലെ റൈസ് ലെയർ ചെയ്യുക. അതിന് മേലെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, കുറച്ച് മല്ലിയില, ബിരിയാണി മസാല പൗഡർ, നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. കുങ്കുമത്തിന്റെ മിക്സ് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂറെങ്കിലും ദമ്മിൽ ഇടുക. എന്നിട്ട് ഇതൊന്ന് തുറന്നു നോക്കിയേ, ആഹാ, ഇതിൽ അച്ചാറോ കച്ചമ്പറോ പപ്പടോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്താൽ അത് കുറച്ച് ആർഭാടാവും. ഇതിങ്ങനെ ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കല്ലേ.